വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ ലൂക്കാ രചിച്ച നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 18, 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ശിശുക്കളെ ആശീർവദിക്കുന്നു. അവൻ കൈകൾ വെച്ച് അനുഗ്രഹിക്കേണ്ടതിന് ശിശുക്കളെ അവന്റെ അടുത്ത് അവർ കൊണ്ടുവന്നു. അവന്റെ ശിഷ്യന്മാർ ഇത് കണ്ടപ്പോൾ അവരെ ശകാരിച്ചു. എന്നാൽ യേശു അവരെ തന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്. എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെയുള്ളവരുടേതാണ്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല. ശിശുക്കളുടെ തുറവിയുള്ള മനസ്സും നിർമ്മലമായ മനസാക്ഷിയും യേശുവിന് പ്രിയങ്കരം. പതിവുള്ള പര്യടന പരിപാടിയുടെ ഭാഗമെന്ന നിലയിൽ യേശു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരുമൊത്ത് തെരുവിലൂടെ നടക്കുകയാണ്. യേശുവാണ് തങ്ങളുടെ തെരുവിൽ കൂടെ നടന്നു വരുന്നത് എന്ന് മനസ്സിലാക്കിയ തെരുവിന്റെ രണ്ട് ഭാഗത്തും താമസിച്ചിരുന്ന അമ്മമാര് തങ്ങളുടെ മക്കളെ കൈകളിലേന്തിയും നടക്കാവുന്നവരെ കൈപിടിച്ചുകൊണ്ട് യേശുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടത് യേശു അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണം. യേശുവിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് വേണ്ടി ആണ് അമ്മമാർ ശിശുക്കളെ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. ശിശുക്കളുടെ എണ്ണം വളരെ കൂടുതലായി കണ്ടപ്പോഴായിരിക്കണം ശിഷ്യന്മാർ അവരെ നിരുത്സാഹപ്പെടുത്തുകയും അവരെ തടയുകയും ചെയ്യുന്നു. കാരണം യേശുവിന് അതൊരു ബുദ്ധിമുട്ടായി തീരും എന്ന് അവർ വിചാരിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ശിഷ്യന്മാർ അങ്ങനെ അവരെ തടഞ്ഞത്. പക്ഷേ യേശു ശിഷ്യന്മാരെ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്തത്. ആ തടഞ്ഞതിനെ അല്പം നീരസത്തോടുകൂടെ മൃദുവായ രീതിയിൽ ശാസിക്കുകകൂടി ചെയ്യുന്നു. തുടർന്ന് യേശു പറയുന്നു, ശിശുക്കൾ എന്റെ അടുത്ത് വരാൻ ഒരിക്കലും നിങ്ങൾ തടയരുത്. കാരണം ശിശുക്കളുടെ ഹൃദയനൈർമല്യവും തുറന്ന മനസ്സും നിർമ്മലമായ മനസാക്ഷിയും ചതുലമായ പ്രകൃതിയും ഇതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അതിൽ ദൈവികത അടങ്ങിയിരിക്കുന്നു. അവരുടെ മനസ്സ് വളരെ നിർമ്മലമാണ്. കൗശലവും കാലുഷ്യവും കാപട്യവും അവരുടെ മനസ്സിലില്ല. അങ്ങനെയുള്ള ശിശുക്കളെ പോലെ വർദ്ധിക്കാനാകുക എന്നുള്ളതാണ് ദൈവരാജ്യത്തിലേക്കുള്ള വഴി നിങ്ങൾക്കായിട്ട് തുറക്കാനിട വരിക. അതുകൊണ്ട് യേശു തുടർന്ന് ശിഷ്യന്മാരോടായിട്ട് പറയുകയാണ്, ഈ ശിശുക്കളെ പോലെ നിങ്ങളുടെ മനസ്സും സുതാര്യവും നിഷ്കളങ്കവും ആയിത്തീരാനുള്ള പരിശ്രമമാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്. കാരണം അവരെ പോലുള്ളവരാണ് ദൈവരാജ്യം കരസ്ഥമാക്കാനിട വരിക എന്ന യേശുവിന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് യേശു ആ നടപ്പിൽ ഉണ്ടായ അനുഭവത്തെ മറ്റൊന്നായിട്ട് നാം കാണുകയാണ്.